പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 19 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലെന്ന് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയത്, അല്ലേ? എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. അതിനായിട്ട് കരം ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ കഴിഞ്ഞ പകൽക്കാലം ഓർത്തിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന്, അത്ഭുതകരമായി നടത്തുന്ന പിതാവിന്, ആമേൻ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ സൂക്ഷിക്കുന്ന പിതാവിന് കൈകൾ ഉയർത്തി നമുക്ക് ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ 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 സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതകരമായി ഈ പകൽക്കാലം ഞങ്ങളെ നടത്തുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളിൽ കൂടെയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് മുൻപേ അങ്ങ് പോകുന്നതിനായിട്ട് സ്തോത്രം. അടഞ്ഞ വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറന്നു തരുന്നതിനായിട്ട് സ്തോത്രം. പുതുവഴികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തുറന്നു തരുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 99-ാം സങ്കീർത്തനം: യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, കർത്താവ് കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു, കർത്താവ് പരിശുദ്ധൻ എന്നിങ്ങനെ അവർ കർത്താവിൻ്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അല്പസമയം കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് നടത്തിയ വിധങ്ങൾ, ആമേൻ, ഓരോ ദിവസവും നമുക്ക് നൽകുന്ന നന്മകൾ, കൈപിടിച്ച് നടത്തുന്ന വിധങ്ങൾ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ നടുവിൽ നമുക്ക് മേശയൊരുക്കി തന്നതൊക്കെ ഓർത്ത് കർത്താവിന് സന്തോഷത്തോടെ ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറയാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ്, കർത്താവേ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മതിയായവനാകുന്നു, അങ്ങ് അത്ഭുതമായി ഞങ്ങളെ നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഒരുക്കി തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പർവ്വതങ്ങളാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ, എല്ലാ പർവ്വതങ്ങളും സമഭൂമിയായി തീരട്ടെ. മുൻപോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത്, ആമേൻ, വഴി തടസ്സമായി നിൽക്കുന്നത്, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സമഭൂമിയായി തീരട്ടെ. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവിക ഇടപെടലുകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവിൻ്റെ പകൽക്കാലം പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആ രോഗത്തിൻ്റെ കെട്ടുകൾ ശരീരത്തുനിന്ന് അഴിഞ്ഞു പോട്ടെ. രോഗത്തിൻ്റെ ആത്മാവ് ശരീരത്തുനിന്ന് വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ സൗഖ്യവും പൂർണ്ണ സമാധാനവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് വേദനകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വീഴ്ച മുഖാന്തരം ഉണ്ടായിരിക്കുന്ന വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഴ്ചകൾ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന വേദനകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഓപ്പറേഷൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വേദനകൾ, അത് ഹീലാകാതിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ, ഹെഡേക്ക് യേശുവിൻ നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എല്ലാ ന്യൂറോളജിക്കൽ ഡിസോർഡറുകളും, ആമേൻ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ മെൻ്റൽ ഡിസോർഡറുകളും, മാനസികമായ അസ്വാസ്ഥ്യങ്ങളെ, മാനസികമായ അസ്വസ്ഥതകളെ, സ്ഥിരതയില്ലായ്മ, ആമേൻ, ഉറക്കമില്ലായ്മ, മറവികളെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
പരിപൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും യേശു ക്രിസ്തു നാമത്തിൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക കൃപ കൊടുക്കണം. കർത്താവെ, എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. 10th എക്സാം നടക്കുന്നു, 12th എക്സാം. കർത്താവെ, ഈ 2 ഗ്രേഡുകളിലും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണമേ, പ്രത്യേക ജ്ഞാനം കൊടുക്കണമേ, പ്രത്യേക പരിജ്ഞാനം കൊടുക്കണമേ. രോഗങ്ങളൊന്നും തൊടാതെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രത്യേക കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്യാരണ്ടീഡ് ബ്ലെസ്സിംഗ് ആണ്. ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അത് 1000 മടങ്ങ് പ്രതിഫലം കർത്താവ് തരും. ആമേൻ. അത് നിങ്ങളുടെ ആത്മീക വർധനവിനും നിങ്ങളുടെ ശാരീരിക സൗഖ്യത്തിനും നിങ്ങളുടെ മാനസിക സൗഖ്യത്തിനും എല്ലാം കാരണമാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. നിശ്ചയമായിട്ടും ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു സംഭവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നടന്നതായ ഒരു സംഭവമാണ്. അത് എല്ലാ വാക്യവും വായിച്ചാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷേ എത്രമാത്രം പറ്റുമെന്ന് പറയാൻ അറിയത്തില്ല. 6:42 ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും തിന്ന് തൃപ്തരായി. എല്ലാവരും തിന്ന് തൃപ്തരായി. നമ്മുടെ കർത്താവിന് ഒരു പ്രത്യേകതയാണ്. കർത്താവ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും പൂർണ്ണ തൃപ്തി വരും. കർത്താവിൻ്റെ പ്രത്യേകതയാണ് കർത്താവ് ഓവർഫ്ലോയിങ് ആയിട്ട് അനുഗ്രഹിക്കുന്നത്. അന്ന് നമുക്കറിയാം ഈ സംഭവം, എല്ലാവർക്കും അറിയാവുന്ന സംഭവം. എങ്കിലും 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശമാകുന്നുവല്ലോ. 35-ാമത്തെ വാക്യം, നേരം നന്നേ വൈകി, അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ആ പ്രദേശമെന്ന് പറയുന്നത് മനുഷ്യ അധികം പാർക്കാത്ത സ്ഥലം, അധികം എന്നാ പറയുന്നത്, ഒരു മരുഭൂമിയുടെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പ്രദേശമാണെന്ന് കർത്താവിനോട് പറയുക. എന്നിട്ട് പറയും, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാനില്ലായികയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ ഒരു ഉപദേശം കൊടുക്കുക, യേശുവേ, ഇവർ ഈ ചുറ്റുമുള്ള വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയെങ്കിലേ ഇവർക്ക് ആഹാരം കഴിക്കാൻ മാർഗ്ഗമുള്ളൂ, അവരവിടെ പോയി ആഹാരം കഴിക്കട്ടെ എന്ന് കർത്താവ് യേശുവിനോട് ശിഷ്യന്മാർ വന്ന് പറയുമ്പോൾ യേശു അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമ്മുടെ അടുക്കൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മളോട് പറയുന്നതാണ്, ഒരു ദൈവ പൈതലാണ് നിങ്ങൾ അവരെ സഹായിക്കേണ്ടത്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ അവരെ സൗഖ്യമാക്കണം, നിങ്ങൾ അവരെ വിടുവിക്കണം. അവരുടെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കാൻ നിങ്ങൾക്ക് കഴിയും, കാരണം നിങ്ങളുടെ അകത്ത് ആ യേശു വസിക്കുന്നു. ഇന്ന് നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അവരെ സഹായിക്കണം, നിങ്ങൾ അവരെ സൗഖ്യം. നിങ്ങളാണ് ഇന്ന് ലോകത്തിൻ്റെ വെളിച്ചമായി നിൽക്കുന്നത്. ആമേൻ. അപ്പം എന്ത് കൽപ്പിച്ചു, ഞങ്ങൾ പോയി ഇരുന്നു. അപ്പം പറഞ്ഞു, അവർ പറഞ്ഞു, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടുവരുന്നതിന് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 200 വെള്ളിക്കാശിന് അപ്പം അതായത് ഒരാളുടെ ഒരു ആണ്ടത്തെ ആവറേജ് വരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയും പൈസ ഉണ്ടേ പോലും എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിനെന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 അപ്പവും 2 മീനുമാണ് ഇവരുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഏതായാലും ഓടി പോയി അന്വേഷിച്ചപ്പോൾ വിവരം കിട്ടി, ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഒരാളുടെ കയ്യിലാണ് ഇത്രയും സാധനം ഉള്ളെന്നുള്ള വിവരം പെട്ടെന്ന് കിട്ടി. അതൊക്കെ നല്ലൊരു കാര്യങ്ങളാണ്, പെട്ടെന്ന് അത്രയും ഇൻഫർമേഷൻ അവരുടെ ഇടയിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. ഇങ്ങോട്ട് നോക്കി, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ കർത്താവ് മതിയായവനാണ്. നമ്മളത് കൊടുക്കുവാൻ തയ്യാറാകണം. ഈ ബാലകനെ സംബന്ധിച്ചിടത്തോളം ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. അവൻ പറയാം, ഇതെനിക്ക് മാത്രമായിട്ട് എൻ്റെ അമ്മ തന്നു വിട്ടതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് അത് ഒരത്ഭുതമായി മാറത്തില്ല. എന്നാൽ ബാലകൻ ആരാണെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ പോലും ആമേൻ, നമുക്കൊരു കാര്യം മനസ്സിലായി, ആ ബാലകൻ അവൻ്റെ കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തോട്ട് വിടുവാൻ തയ്യാറായതുകൊണ്ടാണ് ഇവിടെ ഒരു മിറക്കിൾ നടന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളതൊന്നും നമ്മൾ പുറത്തു വിടാൻ തയ്യാറാകത്തില്ല. നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന കൃപകളുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്ന കൃപ, അത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക.
ആമേൻ. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരും. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന കൃപയാ പ്രാർത്ഥന എന്ന് പറയുന്ന കൃപ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകണം. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാകണം, സഹായിക്കാൻ തയ്യാറാകണം. നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ പയ്യൻ ചിന്തിക്കുക, എൻ്റെ ആകെ 5 അപ്പവും 2 മീനുമേ ഉള്ളൂ, ഇതെൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നീ തിന്നോണോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അത് ഭക്ഷിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ അത്ഭുതം എഴുതാൻ പറ്റുമായിരുന്നോ? ഈ അത്ഭുതം അവിടെ നടക്കുമായിരുന്നോ? ഇല്ല. അവൻ്റെ കയ്യിലുള്ളതിനെ അവൻ്റെ കൈ തുറക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഈ ഒരു അത്ഭുതം നടന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും തുറക്കാൻ തയ്യാറാകണം. ഈ അനുഗ്രഹത്തിൻ്റെ വർഷം നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹമാകാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മാത്രമല്ല, നമ്മുടെ റിസോഴ്സുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫ്ലുവൻസുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുന്ന കൃപകൾ, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ കയ്യെ തുറക്കുമ്പോഴാണ് ദൈവിക അത്ഭുതം നടക്കുന്നത്. ആമേൻ. കർത്താവ് അവരെ പന്തിയായിട്ടിരുത്തി അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. വേദപുസ്തകം പറയുന്നു എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. നമുക്കറിയാം, ഇവിടെയാണ് അത്ഭുതം. അതായത് യേശു ഉള്ളിടത്ത് ഇമ്പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ എല്ലാം ഉണ്ട്, ഇത് എൻ്റെ ഞങ്ങളുടെ 5 അപ്പവും 2 മീനുണ്ട്, ദാറ്റ് ഈസ് ഇനഫ്, അത് മതി, നിങ്ങളവരെ ഇരുത്തിക്കൂ. വിശ്വാസത്തോടെ കർത്താവ് ഇരുത്തി. 5 അപ്പവും 2 മീനും വർദ്ധിച്ചതിന് ശേഷമല്ല ഇരുത്തിയത്. 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് എന്നെ പറഞ്ഞു, അവരെ പിടിച്ച് അവരെ പിടിച്ച് പച്ചപ്പുലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അപ്പോൾ കർത്താവിനറിയാം അത്ഭുതം നടക്കാൻ പോവാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് ഇരുത്താൻ പറഞ്ഞത്. ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. നമ്മൾ വിശ്വാസത്തിന് ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം. ഈ ജനത്തെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗം കാണുമ്പോൾ തന്നെ സ്വർഗത്തിൽ പിതാവ് പറയും, കണ്ടോ അവർ വിശ്വാസത്തോട് ഇരുത്തിയിരിക്കുക എന്ന് പറയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ചുവടുകളെ എടുത്തു വെക്കണം. വിശ്വാസത്തിൻ്റെ ചുവടുകൾ നമ്മൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അപ്പം ദൈവം നമുക്ക് വേണ്ടി ഒരു നന്മ തരും എന്ന് നമുക്കൊരു ബോധ്യം വരുമ്പോൾ അതിനുള്ള അടുത്ത സ്റ്റെപ്പ്, അത് മുഖാന്തരം ഉണ്ടാകാൻ പോകുന്ന ആ അടുത്ത കാര്യം എന്താണോ അത് നമ്മൾ വിശ്വാസത്താൽ ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു ഉടുപ്പ് മേടിച്ചു വെക്കുക, അതായത് എനിക്ക് കുഞ്ഞുണ്ടാകാൻ പോകും. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഒരു ചുവടാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ദൈവിക അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ഉള്ളിടത്ത് ഇമ്പോസിബിലിറ്റി ഇല്ല. ഇന്ന് യേശു നമ്മുടെ അകത്തുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോസിബിലിറ്റിയും ഇല്ല. എല്ലാം സാധ്യമാകും. ഇന്ന് വിശ്വസിക്കുന്നവന് സകലതും സാധ്യമെന്നാണ് പറഞ്ഞത്. യേശു നമ്മുടെ അകത്തുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഏത് സാഹചര്യമാണെങ്കിലും വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് വെക്കുക, വിശ്വാസത്തോടെ പ്രഖ്യാപനങ്ങൾ നടത്തുക, വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം പറയുക. നിങ്ങളുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം പറയുക. അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ കർത്താവ് മതിയായവനാ. ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ എല്ലാ ഇല്ലായ്മകളും മാറുക. അയ്യോ, ഇനി എന്നാ ചെയ്യാൻ, ആകെ 5 അപ്പവും 2 മീനേ ഉള്ളൂ എന്ന് പറയുന്ന അനുഭവങ്ങൾ മാറി തൃപ്തരായി അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം, അനേകരിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്ന ദിവസങ്ങളാണ്. ധൈര്യമായിട്ട് കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിശ്വാസത്തോടെ സ്തോത്രം പറയുക, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക. അവിടെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ ഇടവരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ. ആമേൻ. യേശു കൂടെയുണ്ടോ? ദർ ഇസ് നോ ഇമ്പോസിബിലിറ്റീസ്. യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഒരു ഇമ്പോസിബിലിറ്റിയും ഇല്ല. യേശു നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഇമ്പോസിബിൾ എന്ന് എല്ലാവരും പറയുന്നത് നിങ്ങൾ പോസിബിൾ ആക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you, God bless you, God bless you.